പ്രതിരോധ മേഖലയ്ക്ക് സർക്കാർ പിന്തുണയുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ആവശ്യമില്ലെന്ന് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് പറഞ്ഞു. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള സ്റ്റാർട്ടപ്പുകളിലും ചെറുകിട ബിസിനസ്സുകളിലും ഓഹരിക്ക് പകരമായി നിക്ഷേപിക്കുന്ന സംയോജിത നിക്ഷേപ മാർഗങ്ങളാണ് ഇവ. പ്രതിരോധ നിർമ്മാണത്തിലേക്ക് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാൻ ഉറപ്പായ സർക്കാർ ഓർഡറുകളും വേഗത്തിലുള്ള കരാർ അംഗീകാരങ്ങളും മതിയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വെള്ളിയാഴ്ച നടന്ന ദേശീയ സുരക്ഷാ ഉച്ചകോടിയിൽ സംസാരിക്കവേ പ്രതിരോധ മേഖലയിലെ വളർച്ചയുടെ യഥാർത്ഥ പാത സർക്കാർ നയിക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ സംരംഭങ്ങളിലല്ല, മറിച്ച് സമയബന്ധിതമായ ഓർഡറുകളിലും കാര്യക്ഷമമായ സംഭരണ പ്രക്രിയകളിലുമാണ് നിലനിൽക്കുന്നതെന്നും വിശദീകരിച്ചിരിക്കുകയാണ് സിംഗ്. ഒരു പ്രതിരോധ സ്റ്റാർട്ടപ്പിനോ പ്രതിരോധ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള സർക്കാർ സംരംഭമായ MSMEക്കോ ഉള്ള ധനസഹായം യഥാർത്ഥത്തിൽ അതിന്റെ ഓർഡർ ബുക്കിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ അവർക്ക് ഓർഡറുകൾ നൽകുകയാണെങ്കിൽ അവർക്ക് ധനസഹായത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. പ്രതിരോധത്തിനായുള്ള സോവറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ലെങ്കിലും അത്തരമൊരു നീക്കം ഒരു അനുബന്ധ നടപടി മാത്രമായിരിക്കാമെന്നും സിംഗ് ചൂണ്ടിക്കാട്ടിയത്. ഒരുപക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ ഓർഡറുകൾ, പെട്ടെന്നുള്ള കരാർ ഒപ്പിടലുകൾ, സംഭരണം എന്നിവയുടെ സംയോജനം ഈ മേഖലയിലേക്ക് മൂലധനം ആകർഷിക്കാൻ പര്യാപ്തമാണ്. പ്രതിരോധ ഉൽപാദനത്തിൽ 3 ലക്ഷം കോടി രൂപയും കയറ്റുമതിയിൽ 50,000 കോടി രൂപയും നേടുക എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ച സിംഗ്, ഇന്ത്യക്ക് ഇതിനകം തന്നെ സാമാന്യം ശക്തമായ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഇക്കോസിസ്റ്റം ഉണ്ടെന്നും നിരവധി ഫണ്ടുകൾ പ്രതിരോധ സ്റ്റാർട്ടപ്പുകളിൽ താൽപര്യം വർദ്ധിച്ചു വരുന്നതായും പറഞ്ഞു. പ്രതിരോധ സാങ്കേതിക വികസനം ത്വരിതപ്പെടുത്തുന്നതിന് 1999 അമേരിക്കയുടെ നവീകരണത്തിന് സമാനമായ ഒരു തന്ത്രപരമായ വെഞ്ചർ ഫണ്ട് ഇന്ത്യക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ CIA ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനമായ ഇൻക്യൂടെൽ സർക്കാരിന് ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് സ്ഥാപിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. വാഗ്ദാനങ്ങൾ നൽകുന്ന സാങ്കേതിക വിദ്യകളും പ്രോട്ടോടൈപ്പുകളും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യത്തിന് ഫണ്ടിംഗ് വർദ്ധിച്ചു വരികയാണ്. നിലവിലുള്ള പ്രതിരോധ ബജറ്റിന്റെ പൂർണ്ണമായ ഉപയോഗം ഉറപ്പാക്കുക, ആഭ്യന്തര കരാർ വേഗത്തിലാക്കുക, രാജ്യത്തിനുള്ളിൽ കഴിവുള്ള സ്ഥാപനങ്ങളെ തിരിച്ചറിയുക എന്നിവയായിരിക്കണം സർക്കാരിന്റെ മുൻഗണനയെന്നും സിംഗ് ഊന്നി പറഞ്ഞു. നമ്മളിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്ന ബജറ്റ് ചെലവഴിക്കുകയും രാജ്യത്തിനുള്ളിൽ കഴിയുന്നത്ര കരാറുകൾ ചെയ്യുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന് പ്രതിരോധത്തെ പിന്തുണയ്ക്കാൻ കഴിയുന്ന മാർഗമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മറ്റ് രാജ്യങ്ങളുമായി പ്രതിരോധ ബന്ധം ശക്തമാക്കുകയാണ് രാജ്യം. ഇന്ത്യ, ഒമാൻ പ്രതിരോധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക സഹകരണ സമിതിയുടെ 13ാമത് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നിരുന്നു. പ്രതിരോധ മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരു രാഷ്ട്രങ്ങളും ധാരണയിലെത്തി. ഇതിലൂടെ അറബ് രാഷ്ട്രങ്ങളുമായി രാജ്യം ബന്ധങ്ങൾ ശക്തമാക്കുകയാണ്. ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, ഒമാൻ പ്രതിരോധ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ബിൻ നാസിർ ബിൻ അലി അൽ സാബി എന്നിവരുമായി കാർമ്മികത്വത്തിലായിരുന്നു യോഗം. നിലവിലുള്ള പ്രതിരോധ സഹകരണങ്ങൾ വിലയിരുത്തുകയും തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനുമുള്ള നടപടികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. സംയുക്ത വികസനം, സാങ്കേതിക വിദ്യ, ഉൽപാദന പങ്കാളിത്ത വിപുലീകരണം തുടങ്ങിയവയിൽ ഇരു രാജ്യങ്ങളും സഹകരണം ഉറപ്പാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.